നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ KSEB നടത്തിയ നടപടി. ദേവസ്വം ബോർഡ് കറണ്ട് ബിൽ അടച്ചില്ല, അതിനാൽ ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു. ഇതേ തുടർന്ന് നിരവധി ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ക്ഷേത്രം ഇരുട്ടിലായതോടെ ജനറേറ്റർ വരുത്തി താൽക്കാലികമായി വെളിച്ചമൊരുക്കിയാണ് അധികൃതർ തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിച്ചിരുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടെയാണ് KSEB വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ഈ ഒരു വിഷയം നമ്മൾ കാണുമ്പോൾ ക്ഷേത്രത്തോടുള്ള പിണറായി വിജയന്റെ കലിപ്പ് തീരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് നമ്മൾ ഇന്ന് കേട്ട ഈ ഒരു വാർത്തയും. കാരണം ഇതിനു മുമ്പും പിണറായി വിജയനും സർക്കാരും പല രീതിയിൽ വെള്ളായണി ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അതിലൊന്നായിരുന്നു ക്ഷേത്രത്തിൽ കാവിക്കൊടി പാടില്ല എന്ന് പോലീസ് പറഞ്ഞതും കെട്ടിയ കാവിക്കൊടി അഴിപ്പിച്ചുമൊക്കെ പിണറായി പോലീസ് നടത്തിയ അഴിഞ്ഞാട്ടം. അതൊക്കെ തന്നെ തത്വമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ ഇവിടെ നൽകാം, അത് കണ്ടു നോക്കുക. അപ്പോൾ അത്തരത്തിൽ വെള്ളായണി ക്ഷേത്രത്തെ പിന്തുടർന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. അരിവില സർവകാല റെക്കോർഡിൽ എത്തി നിൽക്കെ മലയാളികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയുടെ വിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. കിലോയ്ക്ക് 29 രൂപ എന്ന നിരക്കിലാണ് അരി ലഭ്യമാക്കിയിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ മാത്രം 150 ചാക്ക് അരി വിറ്റുപോയി എന്നാണ് റിപ്പോർട്ട്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷനാണ് വിതരണ ചുമതലയുള്ളത്. അരിക്ക് പുറമെ കടലപ്പരിപ്പും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ലഭിക്കും. കടലപ്പരിപ്പിന് കിലോയ്ക്ക് 60 രൂപയാണ് വില. സംസ്ഥാനത്ത് സപ്ലൈകോ അടക്കമുള്ളവയിൽ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. FCI ഗോഡൌണുകളിൽ നിന്ന് അരിയും പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണത്തിന് എത്തിക്കുന്നത്. മില്ലേഴ്സ് അസോസിയേഷൻ മുഖേനയാണ് വിതരണം നടത്തുന്നത്. ഒരാഴ്ചയ്ക്കകം എല്ലാ ജില്ലകളിലും സാധനങ്ങളുമായി വാഹനങ്ങൾ എത്തുമെന്നാണ് വിവരം. അതേസമയം ഓൺലൈൻ മുഖേന സാധനങ്ങൾ വാങ്ങുവാനുള്ള സൗകര്യവും ഉടൻ ലഭ്യമാക്കും. ആട്ട, പരിപ്പ് തുടങ്ങിയവയുടെ വില നിയന്ത്രിക്കുന്നതിനായി ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവയുടെ വിൽപ്പന കേന്ദ്രം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാരത് അരിയുടെ വിൽപ്പനയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാജ്യത്തെ 2000 കേന്ദ്രങ്ങളിലാണ് ഭാരത് ആട്ട, ഭാരത് ദാൽ എന്നിവയുടെ വിൽപ്പന നടത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.